ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ കാനഡയിലെ കേപ്പ് ബ്രിട്ടൻ ദ്വീപിൽ നിന്നും റോബിൻ റോക്കി ഫെർണാണ്ടസ്. ഇന്ന് ഞാൻ ഒരു പിസ്സ വീഡിയോ ആണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 2 വീഡിയോകളിലായി പിസ്സ സോസും പിസ്സ ഡോയും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നിങ്ങൾ കണ്ടിരിക്കുന്നല്ലോ. അവ രണ്ടും ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ചിക്കൻ ടിക്ക പിസ്സയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. പിസ്സ ഉണ്ടാക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും കൃത്യമായ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യുക. അപ്പോൾ വളരെ രുചികരമായ ഈ പിസ്സ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഈ പിസ്സ ഉണ്ടാക്കുന്നതിന് വേണ്ട ചേരുവകൾ എന്താണെന്ന് നോക്കാം. ഡൈസ്ഡ് മൊസറല്ല ചീസ് 150 ഗ്രാംസ്, ബേക്ക്ഡ് ചിക്കൻ ടിക്ക 150 ഗ്രാംസ്, ഒരു തവി പിസ്സ സോസ് ഏകദേശം 100-120 ഗ്രാംസ്, കുറച്ച് റവമാവും മൈദയും മിക്സ് ചെയ്തത്, സവാള റിങ്ങായി കട്ട് ചെയ്തത് 50 ഗ്രാംസ്, ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞത് 60 ഗ്രാംസ്, ഹോട്ട് ബനാന പെപ്പേഴ്സ് 50 ഗ്രാംസ്, ഗാർണിഷിന് വേണ്ടി 2 സ്പ്രിംഗ് ഫ്രഷ് മല്ലിയില. അടുത്തതായി നമുക്ക് വേണ്ടത് ഒരു പിസ്സ ഡോയാണ്. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നതിൻ്റെ റെസിപ്പി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. പിസ്സ ഉണ്ടാക്കുന്നതിനായി ഓവൻ 450 ഡിഗ്രി ഫാരൻഹീറ്റിൽ പ്രീഹീറ്റ് ചെയ്യുക. അടുത്തതായി നമുക്ക് ഡോ പരത്താം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദ റവ മിക്സ് കിച്ചൺ ടോപ്പിലേക്കും ഡോയിലേക്കും തളിക്കുക. അടുത്തതായി വീഡിയോയിൽ കാണുന്നത് പോലെ ഡോയുടെ വശങ്ങൾ പരുവപ്പെടുത്തിയെടുക്കുക. ഇങ്ങനെ ഉള്ളിൽ കൈകൊണ്ട് അമർത്തി വശങ്ങൾ തയ്യാറാക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ വലത് കൈവച്ച് റൊട്ടേറ്റ് ചെയ്യുകയും ഇടത് കൈവച്ച് ഡോ സ്ട്രെച്ച് ചെയ്തുമാണ് പരത്തേണ്ടത്. പ്രാക്ടീസ് ചെയ്യുന്നത് വഴി ഈസിയായി നിങ്ങൾക്ക് ഇതുപോലെ ഡോ പരത്താവുന്നതാണ്. ഇങ്ങനെ പരത്തുമ്പോഴാണ് പിസ്സയ്ക്ക് നല്ലൊരു തിക്കായിട്ടുള്ള എഡ്ജ് കിട്ടുന്നത്. ഇനി കൈവച്ച് പരത്താൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചപ്പാത്തി റോളർ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായി പരത്തിയ ഡോയെ പിസ്സ ട്രേയിലേക്ക് വെക്കുക. കാണുന്നതുപോലെ ഒരു തവി സോസ് ഒഴിച്ച് എല്ലാ ഭാഗത്തും നന്നായി പരത്തുക. ഈ സോസിന്റെ റെസിപ്പിയും ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് ചീസ് ചേർക്കുക. അടുത്തതായി ചിക്കൻ ചേർക്കുക. വളരെ രുചികരമായ ഈ ചിക്കൻ തയ്യാറാക്കുന്നതിൻ്റെ റെസിപ്പി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. സവാള ചേർക്കുക. ക്യാപ്സിക്കം ചേർക്കുക. ബനാന പെപ്പേഴ്സ് ഇടുക. ഇത് കാനഡയിലെ സൂപ്പർ മാർക്കറ്റുകളിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് ബനാന പെപ്പേഴ്സ് ലഭ്യമല്ലെങ്കിൽ 2 പച്ചമുളക് ചോപ്പ് ചെയ്ത് ചേർക്കാവുന്നതാണ്. ഇതിനു മുകളിലായി ബാക്കിയുള്ള ചീസ് മുഴുവൻ ചേർക്കുക.
നമുക്ക് പിസ്സ ബേക്ക് ചെയ്യാം. 450 ഡിഗ്രി ഫാരൻഹീറ്റിൽ ചൂടാക്കിയ ഓവനിൽ താഴത്തെ റാക്കിൽ വെച്ച് 8 മിനിറ്റ് ബേക്ക് ചെയ്യുക. 8 മിനിറ്റിന് ശേഷം പിസ്സയെ ഓവനിലെ മധ്യത്തിലെ റാക്കിൽ വെച്ചതിന് ശേഷം ഓവൻ ഗ്രിൽ മോഡിലേക്ക് സെറ്റ് ചെയ്ത് 2 മിനിറ്റ് കുക്ക് ചെയ്യുക. 2 മിനിറ്റിന് ശേഷം പിസ്സയെ 150 ഡിഗ്രി തിരിച്ചു വയ്ക്കുകയും അവസാനമായി 3 മിനിറ്റ് കൂടി കുക്ക് ചെയ്യുക. അങ്ങനെ ടോട്ടൽ 13 മിനിറ്റ് കുക്കിങ്ങിന് ശേഷം നമ്മുടെ ചിക്കൻ ടിക്ക പിസ്സ തയ്യാറായിരിക്കുകയാണ്. നമുക്ക് കാണാം ചീസ് എല്ലാം ഉരുകി പെർഫെക്റ്റായി പിസ്സ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സയുടെ അടിവശം ഉയർത്തി ബേസ് കുക്കായിട്ടുണ്ടോ എന്ന് നോക്കാം. ഭംഗിയായി കുക്കായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് റോക്കിംഗ്.